ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരാനായിട്ട് പോവുകയാണ്. ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലായിരിക്കും ഈ ഒരു എവിക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിക്ഷനിലേക്ക് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റ് ഇപ്പൊ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മിഡ് വീക്ക് എവിക്ഷന്റെ നോമിനേഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. 6 പേരാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് പറയാം. അനീഷ് ആണ് 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 15 വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അനീഷ് ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് 2ാമത് വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുതി 12 വോട്ട് വാങ്ങിയിട്ട് രേണുസുതിയും ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒണിയൽ സാബു ആണ്. ഒണിയൽ സാബുവിന് 11 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് 4ാമത് വന്നിരിക്കുന്നത് നമ്മുടെ സരിക. ഈ പറയുന്ന സരികക്ക് ഏകദേശം 10 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് 5ാമത് വന്നിരിക്കുന്നത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമക്ക് 9 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് 6ാമത് വന്നിരിക്കുന്നത് നമ്മുടെ ശാരികക്ക് 7 വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന 6 കണ്ടസ്റ്റന്റിൽ നിന്ന് 1-2 പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ പറയുന്ന മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് എവിക്ഷനിൽ പുറത്തു പോകുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന ശാരികയോ ഒക്കെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ സരിക അല്ലെങ്കിൽ ശാരിക. ഇവര് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഒണിയൽ സാബുവിന് നമുക്ക് അത്ര സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ വലിയ കണ്ടന്റ് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും സേവായി പുറത്തു പോകാൻ, സേവായി അകത്ത് തന്നെ നിൽക്കാനായിട്ടുള്ള 2 പേര് നമ്മുടെ രേണുസുതിയും അനീഷും ആയിരിക്കും. ഇവർക്ക് 2 പേർക്കും വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം സപ്പോർട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന രേണുസുതിയും അനീഷും. ബാക്കിയുള്ള 4 കണ്ടസ്റ്റൻസും ഡേഞ്ചർ സോൺ തന്നെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന സരികക്കും അതുപോലെ തന്നെ നമ്മുടെ ശാരികക്കും ആയിരിക്കുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലായിരിക്കും ഈ ഒരു എവിക്ഷൻ അവര് വെക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നോമിനേഷനിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും അതും കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്